പ്രധാനപ്പെട്ട കാര്യം പുള്ളിക്ക് എല്ലായിടത്തും റിജക്ഷനാണ്. ലേഡീസ് റിജക്റ്റ് ചെയ്യുന്നു, വേറെ കൊമ്പനാനകൾ കുത്തുന്നു, എല്ലാം അതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. ഞാനെപ്പോഴും പറയുന്നത് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് പല ആൾക്കാർക്കും ലൈഫിൽ പല ചലഞ്ചസും വരുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ആഗ്രഹിക്കുന്നത് തന്നെ അടുത്ത ജനറേഷൻസ് അത്രയും ആരോഗ്യമുള്ളത് അത്രയും സൗന്ദര്യമുള്ള ഉണ്ടാകണമെന്നാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഓരോ ക്രിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു തേനീച്ചയുടെ ലൈഫ് നോക്കിയാൽ ഓരോന്നിനെയും കുറിച്ചും പഠിക്കണം. ഒരു തേനീച്ചയുടെ ലൈഫ് നോക്കിയാൽ ഒരു തേനീച്ചയുടെ അടുത്ത ജനറേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആ തേനീച്ചയുടെ കൂട്ടിൽ ഒരു റാണിയുണ്ട്. റാണി എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. ആ ഫീമെയിൽ പറന്ന് പൊങ്ങും. അതിൻ്റെ കൂടെയുള്ള മെയിലെല്ലാം അതിൻ്റെ കൂടെ അതിനെ ചേസ് ചെയ്യണം. അതിന് ചേസ് ചെയ്ത് പറന്ന് നിങ്ങൾ ചിലപ്പോൾ തേനീച്ച കൂടൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങുന്നൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഇതിൻ്റെ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ റാണി ഇങ്ങനെ പൊങ്ങി പറക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പറക്കുന്ന ഒരെണ്ണമായിട്ടാണ് അത് മേറ്റ് ചെയ്യുള്ളൂ. അത് അടുത്ത ജനറേഷൻ ഏറ്റവും ആരോഗ്യമുള്ള അടുത്ത ജനറേഷൻ ഉണ്ടാകണമെന്നാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. അതുപോലെ എല്ലാ മൃഗങ്ങളും നോക്കിയുണ്ട്. ഒരു ആന, എനിക്ക് ആന ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് പറയുന്നത് കേട്ടോ. ആനകളൊക്കെ ഇണചേരുന്നത് ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നത്. മിക്കവാറും എല്ലാത്തിനകത്ത് സ്വയംവരമാണ് നടക്കുന്നത്. ആ ഫീമെയിലാണ് മെയിലിനെ സെലക്ട് ചെയ്യുന്നത്. അത് ആന എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും നല്ല കൊമ്പുള്ള, ഏറ്റവും ആരോഗ്യമുള്ളൊരു മെയിലിനെ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ മോഴ ആനകൾക്കൊക്കെ ഇത്രയും നിരാശ വരുന്നു, ഇത്രയും ഈ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുള്ളിക്ക് എല്ലായിടത്തും റിജക്ഷനാണ്. ലേഡീസ് റിജക്റ്റ് ചെയ്യുന്നു, വേറെ കൊമ്പനാനകൾ കുത്തുന്നു, എല്ലാം അതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നതും നാട്ടിൽ വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം പുള്ളിക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ആയുധമില്ല, കൊമ്പില്ല. അപ്പോൾ ഇത് കൊമ്പുള്ളതിനെ പ്രയോറിറ്റി ഉള്ളൂ. അപ്പോൾ ഒരു സൗന്ദര്യമുള്ള കൊമ്പുള്ള ഒരു നല്ല കൊമ്പനുമായിട്ട് മാത്രമേ ഒരു ഫീമെയിൽ ഇണചേരുള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ ഇതാണ്. പ്രകൃതി ആഗ്രഹിക്കുന്ന ഗ്രോത്താണ്, വളർച്ചയാണ്. നമ്മളതിന് എഗെയിൻസ്റ്റ് നിൽക്കരുത്. ഒരു ചെടി ആഗ്രഹിക്കുന്ന ഒരു ചെടിയെ നമ്മൾ എത്ര വെട്ടിയാലും അടുത്ത ഷൂട്ട് വരും. ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും റിട്ടയർ ആവണം. ഏതെങ്കിലും മരം റിട്ടയർ ആവാറുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന പോലെ മരങ്ങളും ചെടികളും ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ റിട്ടയർ ആകത്തേയില്ല. അവർ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ എൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, എന്നെ വെട്ടിക്കോ, എന്നെ ഇത് ചെയ്തോ, വലിച്ചു കെട്ടിക്കോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒരു ചെടി ഒരു മരം ചെയ്യുന്നത്.